അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു പുതിയ ടോപ്പിക്കോടെ ഞാൻ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് വിവോ X300 പ്രോവിനെ പറ്റുള്ള ചെറിയൊരു 2-3 സ്പെക്കും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാം, നമുക്ക് എല്ലാ കണ്ടന്റിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു ഷോർട്സ് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ബോഡി നോക്കിയത് ക്യാമറ ബമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം വെളിയിലോട്ട് പൊന്തി നിൽക്കുന്ന ടൈപ്പ് ബോഡിയാണ് ഇതിന്റെ വരുന്നത്. ക്യാമറ ബമ്പും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് അത്യാവശ്യം കൈ വേണ്ടി നമുക്ക് റെസ്റ്റ് ചെയ്യത്തക്ക അത്ര ഒരു തിക്കായിട്ടുള്ളൊരു ക്യാമറ ബമ്പാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, അടുത്തതെന്ന് നമുക്ക് പറയാൻ പോകുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് വരുന്നത് LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 ബില്യൺ കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ സെഗ്മെന്റിൽ ഒരു ഫസ്റ്റ് ഫോൺ ആയിരിക്കും നമുക്ക് ഈ 2100 അല്ലെങ്കിൽ 2160 ഹെർട്സിന്റെ PWM ഇതുള്ള ഡിമ്മിങ് ഉള്ള ഒരു ഡിസ്പ്ലേ ഇറക്കുന്ന ഒരു ഫോൺ നമുക്ക് വേണമെങ്കിൽ വിവോ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറയാം. അതുപോലെ HDR10+ സപ്പോർട്ടും വരുന്നുണ്ട്, HDR വിവിഡ് സപ്പോർട്ടും ഡോൾബി വിഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആയിരിക്കും ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അതുപോലെ തന്നെ 6.78 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത്. 91:6% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും വരുന്നുണ്ട്. പ്ലാറ്റ്ഫോമിനെ പറ്റി നോക്കും, ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ Dimensity 9500 എന്ന് പറയുന്ന 3 നാനോമീറ്റർ ബേസ് ചെയ്തിട്ട് ചിപ്പാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഒരു ഹൈ എൻഡ് സ്പെക്സ് ഉള്ള ഒരു ചിപ്സെറ്റ് ആണ് നമുക്ക് ഈ X300 പ്രോയിൽ നമുക്ക് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് Android 16 up to 5 മേജർ അപ്ഡേറ്റ്സ് വരെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവര് വിവോ പറഞ്ഞ് അവസാനമാണ് നമുക്ക് ഒറിജിൻ OS നമുക്ക് തരുന്നത്. ഇത്രയാണ് കളർ OS തരുന്നത്. അപ്പം അതിൽ നിന്ന് മാറി നമുക്ക് ഒറിജിൻ OS പക്ക റോ ഒറിജിൻ OS ആയിരിക്കും നമുക്ക് X300ലും X300 പ്രോയിലും നമുക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് പറയുന്നത് റാമിനെ പറ്റിയാണ്. മെമ്മറി നമുക്ക് യൂസ് ചെയ്യുന്നത് കാർഡ് സ്ലോട്ട്സ് ഒന്നും കാണത്തില്ല, SD കാർഡ് നമുക്ക് ഇടാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് നമുക്ക് 256/12 വരുന്നുണ്ട്, 512/16 വരുന്നുണ്ട്, 1TB 16 ഈ വേരിയൻസിലായിരിക്കും നമുക്ക് ഈ ഡിവൈസ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിലെ ഫസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം UFS 4.1 വരുന്നുണ്ട് വിത്ത് ഡ്യുവൽ എന്തോ മാനേജ്മെന്റ് സംഭവം എന്തുവാ ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ ഒരേ സമയം 2 ചാനലാണ് ഈ മെമ്മറി വരുന്നത്. അപ്പം 2 ചാനൽ വഴി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിന്റെ സ്പീഡ് കൂട്ടാമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ക്യാമറ അലൈൻമെന്റിനെ പറ്റിയിട്ടാണ്. നമുക്ക് സെയിൽസിന്റെ കൊളാബറേഷൻ ഉള്ള ഒരു ക്യാമറയും അതുപോലെ തന്നെ സെയിൽസിന്റെ ക്യാമറ അല്ല, സെയിൽസിന്റെ ലെൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി നമുക്ക് ലേസറിന്റെ ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 50 MB ഒരു വൈഡ്, അതുപോലെ തന്നെ 200 MB ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ 50 MB ഒരു അൾട്രാ വൈഡ് ലെൻസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ മെയിൻ യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ മാക്സിമം 8K 30 FPS വരെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 4K 3060 up to 120 നമുക്ക് വരെ എടുക്കാൻ പറ്റും. പിന്നെ സ്ലോ മോഷൻ അൾട്രാ സ്ലോ എടുക്കുവാണെങ്കിൽ നമുക്ക് ഫുൾ HDയിൽ 240 FPS വരെ സ്ലോ മോഷൻ നമുക്ക് എടുക്കാൻ പറ്റും. സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50 MB ഒരു വൈഡ് സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതിലും ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. പിന്നെ HDR സപ്പോർട്ടാണ്. നമുക്ക് സെൽഫി ക്യാമറ 4K up to 60 FPS വരെ നമുക്ക് എടുക്കാൻ പറ്റും, വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ X300 പ്രോയുടെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.